അറിയാവുന്ന രീതികളിലെല്ലാം ശ്രമിച്ചിട്ടും മുൻപോട്ട് പോകാൻ കഴിയാതെ തളർന്നിരിക്കുന്ന, ബലഹീനപ്പെട്ടിരിക്കുന്ന ജീവിതത്തിൻ്റെ അനുഭവത്തിലൂടെയാണ് നിങ്ങൾ ഇന്ന് കടന്നു പോകുന്നതെങ്കിൽ പരിശുദ്ധാത്മാവിന് നിങ്ങളോട് സംസാരിക്കുവാനുണ്ട്. നിങ്ങളെ ശക്തീകരിക്കുവാൻ ദൈവത്തിൻ്റെ അമിത ബലമുണ്ട്. ഹല്ലേലൂയ. ഇന്നത്തെ ശാലോം സന്ദേശത്തിൽ കർത്താവ് പറയുന്നു, നിങ്ങളെ തളർത്തിക്കളയുന്ന, മനസ്സുമടുപ്പിച്ച് കളയുന്ന സകല പ്രശ്നങ്ങളിൽ നിന്നും ദൈവം നിങ്ങളെ വിടുവിച്ച് ദൈവത്തിൻ്റെ കരുത്തോടെ നിങ്ങൾ മുൻപോട്ട് പോകും. അതിനുള്ള ആത്മാവിൻ്റെ ബലം ദൈവം നിങ്ങൾക്ക് തരും. ആ ആത്മാവിൻ്റെ ബലത്താൽ അത് നിങ്ങളുടെ ശരീരത്തിലും നിങ്ങളുടെ മനസ്സിലും നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിവിധ വിഷയങ്ങളിലും ആത്മശക്തി ഇടപെട്ട് നിങ്ങളെ ശക്തിയോടെ മുന്നോട്ട് കൊണ്ടുപോകും. യെശയ്യാപ്രവാചകൻ പറയുന്നത് ഇങ്ങനെയാണ്: യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും, അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. അപ്പോൾ തളർത്തിക്കളയുന്ന ശക്തികളിൽ നിന്ന് നിങ്ങളെ വിടുവിക്കാൻ കഴിയുന്ന ദൈവത്തിന്റെ ശക്തിയാണ്. ഹല്ലേലൂയ. എഫെസ്യ ലേഖനം 6:10 ഇങ്ങനെ പറയുന്നു: ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും നിങ്ങൾ ശക്തിപ്പെടുകയും. അമിത ബലത്തിൽ ശക്തിപ്പെടുക, കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുക. കാരണം എന്ന് ചോദിച്ചാൽ, ഇന്ന് നമ്മൾ കാണുന്ന ഈ ലോകത്തിൽ എല്ലാ പാപ സ്വഭാവങ്ങളും അക്രമങ്ങളും അനീതിയും അഴിമതികളും സകലവിധമായ മ്ലേച്ഛതകളുടെ പിന്നിൽ ദുരാത്മശക്തികളുണ്ട്, ദുർഭൂത ശക്തികളുണ്ട്, അതിൻ്റെ പ്രസരണങ്ങളുണ്ട്. നാം കടന്നു പോകുന്ന എല്ലാ ഇടങ്ങളിലൂടെ അത് കാണാൻ പറ്റും. ആമേൻ. അപ്പൊ അവിടെ നമ്മൾ ജയിക്കണമെങ്കിൽ നമ്മുടെ മസിൽ പവറോ നമ്മുടെ കഴിവ് കൊണ്ടോ പണം കൊണ്ടോ നേടാൻ പറ്റുകയില്ല. അവിടെ ദൈവത്തിന്റെ പവർ കൊണ്ടേ നമുക്ക് ജയിക്കാൻ പറ്റുള്ളൂ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ശക്തി കൊണ്ട് മാത്രമേ ഇരുട്ടിന്റെ ശക്തികളെയും പൈശാചിക ശക്തികളെയും നമുക്ക് കീഴ്പ്പെടുത്താൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത്, ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിൽ ശക്തിപ്പെടുക. ഇനി പിശാചിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാൻ കഴിയേണ്ടതിന് ദൈവത്തിന്റെ സർവായുധ വർഗ്ഗം എടുക്കുക. അപ്പോഴാണ് ഈ അമിത ബലത്തിൽ നമ്മൾ ശക്തിപ്പെടേണ്ടതിന്റെ ആവശ്യകത. പിശാചിന്റെ കുറെ തന്ത്രങ്ങളുണ്ട്, ദുർദിവസങ്ങൾ വരുന്നുണ്ട്, സാത്താന്യ ശക്തികൾ നമ്മളോട് പല രീതിയിൽ പോരാടി വരുന്നുണ്ട്. അപ്പൊ അവിടെ ജയിക്കണമെങ്കിൽ നമ്മളിപ്പോൾ നമ്മുടെ ശരീരത്തിന്റെ ക്ഷീണം, മനസ്സിന്റെ ക്ഷീണം, പല കാര്യങ്ങൾ കൊണ്ട് നമുക്ക് മുൻപോട്ട് കഴിയാതെ നമ്മളെ പിടിച്ചിരുത്തുന്ന പോലുള്ള ശക്തികൾ, ഇതെല്ലാം നമുക്കറിയാം. ഇതൊന്നും നമ്മുടെ ഒരു ഭൗതികമായ വിഷയത്തിൽ സംഭവിക്കുന്നതല്ല. ഇതൊക്കെ ഒരു ആത്മമണ്ഡലത്തിലെ വിഷയം കൂടിയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമുക്ക് ആത്മരൂപിയായ അല്ലെങ്കിൽ പരിശുദ്ധ ആത്മാവിന്റെ ശക്തി തന്നെ നമുക്ക് വേണമെന്ന് പറയുന്നതിന്റെ കാര്യം. സ്വന്തം ബലം പോരാ, ആത്മാവിന്റെ ശക്തി, ആത്മാവിന്റെ ബലം വേണം. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് ഈ ദൈവശക്തിയെക്കുറിച്ച് താൻ പ്രസംഗിക്കുകയും താൻ അനുഭവിക്കുകയും പ്രസംഗിക്കുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. പൗലോസ് പറയുന്നത് ഇതാണ്: എനിക്ക് ബലഹീനതയിൽ ദൈവത്തിന്റെ ശക്തി, തികഞ്ഞു വരുന്ന ശക്തി എനിക്ക് ദൈവം നൽകി തരും. അതുകൊണ്ട് ഞാൻ ക്രിസ്തുവിന് വേണ്ടി കയ്യേറ്റവും ബുദ്ധിമുട്ടും ബലഹീനതയും സഹിപ്പാൻ ഒരുങ്ങിയിരിക്കുക. കാരണം അങ്ങനെ ഞാൻ കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ ശക്തി എനിക്ക് കൂടുതൽ വരും. കൂടുതൽ വരും എന്ന് പറഞ്ഞാൽ ദൈവം തരാൻ സന്നദ്ധനായി നിൽക്കുക. ഞാൻ പ്രാർത്ഥിച്ചാൽ മതി, ഞാൻ ആശ്രയിച്ചാൽ മതി. ഞാൻ പറയാം, നിങ്ങൾക്ക് ദൈവശക്തി പ്രാപിക്കാനുള്ള സാഹചര്യത്തിലൂടെ ദൈവം നിങ്ങളെ കടത്തിവിടുന്നു. ഇന്ന് നിങ്ങൾ പോകുന്ന ആ സാഹചര്യത്തിലൂടെയാണ്. അവിടെ നിങ്ങൾ നിരാശപ്പെട്ട് തളർന്നിരിക്കേണ്ട, നിങ്ങളെ ശക്തീകരിക്കാൻ ദൈവം ഉണ്ട് കൂടെ. നിങ്ങളെ താങ്ങുവാൻ ആരുമില്ല. ആരും നിങ്ങളെ ധൈര്യപ്പെടുത്താനില്ലെങ്കിൽ ശക്തിപ്പെടുത്താനില്ലെങ്കിലും ഇങ്ങനെയുള്ള സാഹചര്യം വരുമ്പോൾ ദൈവമാണ് ശക്തീകരിക്കുന്നത്. ഏലിയാവ് നിരാശപ്പെട്ട് മരിച്ചാൽ മതി എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് ദൈവത്തിന് ദൂതൻ വന്ന് അവനെ തട്ടി എഴുന്നേൽപ്പിച്ച് ശക്തീകരിക്കുന്നത്, അവന് യാത്ര ചെയ്യുന്നത്. യേശു ഗത്സമനയിൽ വളരെയധികം ക്ഷീണിതനായിപ്പോയി, വളരെ ക്ഷീണിതനായിപ്പോയി. രക്തമെല്ലാം ഇങ്ങനെ വാർന്നൊലിച്ചു പോവുകയാണ്, വിയർപ്പ് തുള്ളി പോലെ പോയിക്കൊണ്ടിരിക്കുക. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത്, അവനെ ശക്തീകരിക്കാൻ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ പ്രത്യക്ഷനായി. അപ്പൊ ദൈവത്തിന്റെ സാന്നിധ്യം, ദൂതന്മാരുടെ ഇടപെടലൊക്കെ വരുന്നത് നമ്മൾ ബലഹീനപ്പെടുമ്പോഴാണ്. അപ്പൊ അതുകൊണ്ട് ബലഹീനപ്പെടുമ്പോൾ ആരും എൻ്റെ കൂടെ ഇല്ല, ഞാൻ ആകെ തളർന്നു പോയല്ലോ എന്ന് ചിന്തിക്കേണ്ട. നിങ്ങളെ താങ്ങാനും ശക്തീകരിക്കാനും ദൈവമുണ്ട്, അവരുടെ ദൂതന്മാരുണ്ട്. ഹല്ലേലൂയ. ഒരു അതുകൊണ്ടാണ് പറഞ്ഞത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. എഫെസ്യ ലേഖനത്തിൽ പൗലോസ് വിശ്വസിക്കുന്ന ജനത്തിനു വേണ്ടി, വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പറയാണ്, വിശ്വസിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ അളവറ്റ ശക്തിയുടെ വലിപ്പം എന്തെന്ന് നിങ്ങൾ അറിയാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ദൈവം വലിയ ശക്തി തരും, അളവറ്റ ശക്തി, അതിന്റെ വലിപ്പം നിങ്ങൾ അറിയാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മളത് പ്രാപിക്കണം ദൈവം ആഗ്രഹിക്കുന്നു. അളവറ്റ ശക്തിയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നിങ്ങളെ പിടിച്ചു വെക്കാൻ ഒരു ശക്തി ദൈവം അനുവദിക്കില്ല, അതിന് ശക്തിയില്ല. നിങ്ങളെ ഒതുക്കാൻ ഒരു ശക്തിയും ദൈവം സമ്മതിക്കില്ല. കാരണം ദൈവത്തിന്റെ അത്യന്തമായ ശക്തി. പൗലോസ്
കൊരിന്ത്യർക്ക് 2-ാം ലേഖനം എഴുതിയപ്പോൾ 4-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ പറയുന്നത്, ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ മേലുണ്ട്. അത് ഞങ്ങൾ സകല വിധത്തിലെ കഷ്ടം അനുഭവിക്കുന്നവരെങ്കിലും ഞങ്ങൾ ഇടുങ്ങിയിരിക്കുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. അപ്പം ഇതൊക്കെ അതിന് കാരണം എൻ്റെ മേൽ ദൈവത്തിന് ശക്തി ഉള്ളത് കൊണ്ടാണ്. ആമേൻ. അപ്പൊ നമുക്ക് ജയിക്കാൻ വേണ്ടിയാണ് ദൈവത്തിന് ശക്തി നൽകിയത്. ആമേൻ പറഞ്ഞേ. ദൈവം നിങ്ങൾ ജയിക്കാനായി ശക്തി പകരുന്ന ദൈവമാണ്. ഹല്ലേലൂയ. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നത്, അതിനായി എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തി കൊത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. എൻ്റെ അകത്ത് ബലത്തോടെ വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്. അതിനായി ഞാൻ എന്ത് ചെയ്യുന്നു? എന്നിൽ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തി കൊത്തവണ്ണം പോരാടി അധ്വാനിക്കുന്നു. ബലത്തോടെ വ്യാപരിക്കുന്ന ശക്തി. ഹല്ലേലൂയ. പൗലോസ് തീമോഥെയോസ് എന്നോട് പൗലോസ് പറയുകയാണ്, 1 തീമോഥെയോസ് 1:12, എനിക്ക് ശക്തി നൽകിയ ക്രിസ്തു യേശു എന്നെ വിശ്വസ്തൻ എന്ന കർത്താവ് ക്രിസ്തു യേശു എന്ന നമ്മുടെ കർത്താവിന് എന്നെ വിശ്വസ്തൻ എന്ന് എണ്ണി ശുശ്രൂഷ പരമേൽപ്പിച്ചു. അപ്പൊ ഞാൻ ഈ ശുശ്രൂഷ ചെയ്യുന്നതും പോകുന്നതും വരുന്നതും ചെയ്യുന്നതും ഒക്കെ എൻ്റെ കഴിവിലും ബലത്തിലുമല്ല, എനിക്ക് ശക്തി നൽകുകയാണ് ക്രിസ്തു യേശു. ഹല്ലേലൂയ. ആമേൻ. അതെ, അവൻ ശക്തി നൽകുന്ന ദൈവം, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവത്തിന്റെ അളവറ്റ ശക്തി. തീമോഥെയോസിനോട് പൗലോസ് പറയുന്നു, എൻ്റെ മകനെ ക്രിസ്തു യേശുവുള്ള കൃപയിൽ ശക്തിപ്പെടുക. അപ്പൊ ദൈവം നമുക്ക് കൃപ തരും, ശക്തി തരും. ഹല്ലേലൂയ. അവൻ ശക്തി കൊണ്ട് നമ്മുടെ അരമുറുക്കി വഴിയുടെ കുറവ് തീർക്കും. 18-ാം സങ്കീർത്തനത്തിൽ പറയും, അവന്റെ ശക്തി കൊണ്ട് എൻ്റെ അരമുറുക്കുകയും എൻ്റെ വഴിയുടെ കുറവ് തീർക്കുകയും ചെയ്യുന്നു. എൻ്റെ കാലുകളെ മാൻപേട കാല് പോലെ ആക്കുന്നു, എന്നെ ഗിരികളിൽ പർവ്വതങ്ങളിൽ നിർത്തുമാറാക്കുന്നു. അപ്പോൾ ഞാൻ തളർന്നുപോയി, ഇനി ഒരു അടി മുന്നോട്ട് പോകാൻ പറ്റുകയില്ല, ക്ഷീണിച്ചിരുന്ന് പോവുകയാണെന്ന് ചിന്തിക്കുമ്പോൾ എന്നെ ശക്തി കൊണ്ട് അവൻ അരമുറുക്കിയിട്ട് ഗിരികളിൽ മാൻപേടക്കാല് പോലെ പർവ്വതങ്ങളെ മുകളിൽ എന്നെ നിർത്താൻ ദൈവം ശക്തനാകുക, അല്ലെങ്കിൽ എന്നെ ദൈവം ശക്തീകരിക്കുകയാണ്. അതായത് നിങ്ങളെ അങ്ങനെ ദൈവം ശക്തീകരിക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ ശക്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിലും അവന്റെ അമിത ബലത്തിലും നിങ്ങൾ ശക്തിപ്പെടുവിൻ. അതെ, നിങ്ങളുടെ ബലഹീനതയിലും ദൈവത്തിന്റെ ശക്തി വെളിപ്പെടാൻ പോകുക. ഞാൻ നിങ്ങൾക്കൂടെ പ്രാർത്ഥിക്കാം. നിങ്ങൾ ചിലപ്പോൾ രോഗികളായിരിക്കാം, നിങ്ങൾ ചിലപ്പോൾ മാനസികമായി തളർന്നിരിക്കുന്ന വ്യക്തിയായിരിക്കാം. ദൈവം നിങ്ങൾക്കൊരു പുതിയ ബലം തരട്ടെ. ആമേൻ. പ്രിയ കർത്താവേ, ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ അവിടുത്തെ വചനം മുഴുവൻ ഞങ്ങൾ സ്വീകരിക്കുകയാണ്. കർത്താവിൻ്റെ അമിത ബലത്തിൽ ഞങ്ങൾ ശക്തിപ്പെടുകയാണ്. കർത്താവെ, തളർത്തുന്ന വ്യാപാര ശക്തികൾ നീ മക്കളെ വിടുവിക്കണമേ. ജയിച്ചു മുന്നേറുവാൻ കഴിയാതിരിക്കുന്നു കർത്താവെ, പല മേഖലയിലൂടെ ശരീരത്തെ തളർത്തിക്കളയുന്ന, എഴുന്നേൽക്കാൻ കഴിയാതെ വണ്ണം ഇരുത്തിക്കളയുന്ന, കിടത്തിക്കളയുന്ന എല്ലാ വ്യാപാരങ്ങളുണ്ട്. പക്ഷേ ഞങ്ങൾ വിശ്വസിക്കുന്നത് ഞങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്ന ഈ ശക്തിയല്ല, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി, ബലത്തോടെ വ്യാപരിക്കുന്ന ശക്തി. ആമേൻ. ഹല്ലേലൂയ. ശക്തിയോടെ ഞങ്ങളുടെ മേൽ അത് വ്യാപരിക്കുന്നു. അതിനാൽ സകലത്തെയും ജയിക്കുവാനുള്ള കൃപ ഞങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ ഈ ബലഹീനതകൾ മാറട്ടെ, പുതിയ ബലം വ്യാപരിക്കട്ടെ. പർവ്വതങ്ങളെ കീഴടക്കുന്ന ദൈവികമായ ഒരു അഭിഷേകത്തിന്റെ ബലം ഈ മക്കളുടെ മേൽ വ്യാപരിച്ച് അവർ ജയാളികളായി നിൽക്കട്ടെ. ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ബലം നിന്റെ മക്കളെ ഇന്ന് ജയത്തോടെ നടത്തും, യേശുവിൻ നാമത്തിൽ തന്നെ. അമേൻ, അമേൻ, അമേൻ. നിങ്ങൾ തളരില്ല, നിങ്ങൾ വീഴില്ല. ദൈവം നിങ്ങളെ പിടിച്ചു നിർത്തും, ഉറപ്പിച്ചു നിർത്തും. ധൈര്യമായി മുൻപോട്ട് പോവുക. കർത്താവ് കൂടെ ഉണ്ട്. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ കുറച്ച് പേർക്കൂടെ നിങ്ങൾ പങ്കുവയ്ക്കുക. ഗോഡ് ബ്ലെസ് യു. ഹാവ് എ പവർഫുൾ ഡേ.